ദൈവ തിരുനാമത്തിന് മഹത്വം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 16-ാം അധ്യായം 8-ാം തിരുവചനം. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുന്നതാണ്, ഞാൻ പോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. പരിശുദ്ധാത്മാവ് സത്യത്തിൽ നടത്തുന്നവനാണ്. പരിശുദ്ധാത്മാവ് പാപബോധം വരുത്തുന്നവനാണ്. പരിശുദ്ധാത്മാവ് അനുതാപം വരുത്തുന്നവനാണ്. പരിശുദ്ധാത്മാവ് പശ്ചാത്താപം നൽകുന്നവനാണ്. പരിശുദ്ധാത്മാവ് സമൃദ്ധിയായ ജീവൻ നൽകുന്നവനാണ്. അപ്പോസ്തലനായ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാമത്തെ അധ്യായം 15-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: പാപികളിൽ ഞാൻ ഒന്നാമൻ. പരിശുദ്ധാത്മാവിന്റെ നിറവ് കൂടുന്തോറും, അധിക കൃപ വ്യാപരിക്കും തോറും ബോധം വർദ്ധിച്ചു വരികയാണ്. പാപത്തെക്കുറിച്ചുള്ള ബോധ്യം കൂടി വരികയാണ്. പ്രിയപ്പെട്ട, അതിൻ്റെ അർത്ഥം പ്രകടമായ പാപങ്ങൾ ചെയ്യുന്നു എന്നല്ല. യേശുക്രിസ്തുവിന്റെ സാദൃശ്യത്തോട് അനുരൂപരാകുവാൻ നോക്കുന്തോറും സ്വന്തം പാപത്തെക്കുറിച്ചുള്ള ബോധവും അരിഷ്ടതയും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവർ, ഇതുവരെയും പാപത്തെക്കുറിച്ച് ബോധം വന്നിട്ടില്ലെങ്കിൽ, പാപത്തെക്കുറിച്ച് ബോധ്യം വന്നിട്ടില്ലെങ്കിൽ പ്രാർത്ഥിക്കുക. ആത്മാവിന് വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി, യേശുവേ കരുണയായിരിക്കണമേ, അവിടുത്തെ ദിവ്യദാനമായ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോസ്തലന്മാര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ വ്യാപരണം നടന്നത്. ആമേൻ. നിരന്തരം കർത്താവിനോട്, യേശുവേ അവിടുത്തെ ദിവ്യദാനമായ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കും. പാപത്തെക്കുറിച്ച് ബോധ്യം വരും. യേശുവിനോട് ചേരുവാൻ, അവനോട് അനുരൂപനാകുവാൻ ആഗ്രഹിക്കും തോറും പ്രാർത്ഥന നിരന്തരം നടക്കട്ടെ. ആമേൻ. കർത്താവ് എല്ലാവരെയും സമൃദ്ധിയെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.